അടുത്ത തവണ കേരളത്തിൽ BJP മുഖ്യമന്ത്രി. പാലക്കാട് മണ്ഡലത്തിൽ നിഴൽ MLA ആയി തുടരുമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ജയിച്ച് അകത്തുപോയത് ചില്ലറക്കാരല്ല. ഇതിൽ പരം സന്തോഷം BJPയെ സംബന്ധിച്ച് ഉണ്ടാകാനില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJPക്ക് വലിയ വിജയമാണ് ഇവിടെ ഉണ്ടായത്. വോട്ട് നൽകിയ എല്ലാ ആളുകൾക്കും സന്തോഷം പങ്കുവെക്കാനും ഞങ്ങൾ ഇവിടെ നോൺ വെജും വെജും വെച്ച സദ്യ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുമിച്ചിരിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിലെ ചേർത്തലയിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് റോബിൻ റോഡ്രിഗസിന് പാമ്പ് കടിയേറ്റു. കോടതിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടനില തരണം ചെയ്തതായാണ് വിവരം. സംസ്ഥാനത്ത് താപനില ഉയർന്നതോടെ പാമ്പ് ശല്യം രൂക്ഷമായിട്ടുണ്ട്. നിരവധി പേർക്കാണ് ഒരു മാസത്തിനിടെ പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റ് നിരവധി മരണങ്ങളും സംഭവിച്ചിരുന്നു. കാരായി രാജന് അവധി നൽകി CBI കോടതി. ഫസൽ വധക്കേസിലെ 8ാം പ്രതിയായ തലശ്ശേരിയിലെ നിയുക്ത MLA കാരായി രാജന് അവധി നൽകി CBI കോടതി. MLA ആയി സത്യപ്രതിജ്ഞ കഴിയും വരെ വിചാരണയ്ക്ക് ഹാജരാകേണ്ടെന്ന് കോടതി. കൊച്ചി CBI കോടതിയിൽ ഇന്ന് ഹാജരായാണ് അവധി അപേക്ഷ നൽകിയത്. ഇന്നലെ CBI കോടതിയിൽ കേസിന്റെ സാക്ഷി വിസ്താരം തുടങ്ങിയിരുന്നു. ഫസൽ വധക്കേസിൽ 221 സാക്ഷികളാണ് ഉള്ളത്. കൊടി സുനിയാണ് കേസിലെ 1ാം പ്രതി. ഹോട്ടൽ സമരം. 15,000-ഓളം പേർക്ക് പ്രസാദകൂട്ട് നൽകി ഗുരുവായൂർ ദേവസ്വം. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട സാഹചര്യത്തിൽ വലഞ്ഞ ഭക്തർക്ക് തുണയായി ഗുരുവായൂർ ദേവസ്വം. ക്ഷേത്രം അന്നലക്ഷ്മി ഹാളിലെത്തിയ 15,000-ഓളം ഭക്തർക്ക് രാവിലെ മുതൽ രാത്രി വരെ ദേവസ്വം പ്രസാദകൂട്ട് നൽകി. ഹോട്ടൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിശന്ന് വലഞ്ഞെത്തിയവർക്കായി പതിവിന് പുറമെ അധിക പ്രസാദകൂട്ട് ഒരുക്കിയാണ് ദേവസ്വം തുണയായത്. പുലർച്ചെ 5 മണി മുതൽ പ്രാതലിന് ഇഡലിയും ഉപ്പുമാവും ചട്നിയും നൽകി. 3,500-ലേറെ പേർ പങ്കെടുത്തു. രാവിലെ 10 മണി മുതൽ മോരുകൂട്ടാനും ഓലനും കൂട്ടുകറിയും പ്രധാന വിഭവങ്ങളായി പ്രസാദകൂട്ട് നൽകിയിരുന്നു. വൈകിട്ട് 4 മണി വരെ പ്രസാദകൂട്ട് നീണ്ടു. വരി നിന്ന എല്ലാ ഭക്തരും പ്രസാദകൂട്ടിന്റെ ഭാഗമായി. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷയ്ക്കിടെ കോപ്പിയടി. യുവാവിനെ പിടികൂടി പോലീസ്. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ നടന്ന പരീക്ഷയ്ക്കിടെയാണ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കോപ്പിയടിച്ചത്. തിരുവനന്തപുരം പനവിള സ്വദേശിയായ അനീഷ് ബാബുവാണ് കോപ്പിയടിച്ചത്. ഹാളിലേക്ക് മൊബൈൽ ഫോൺ കടത്തിയ അനീഷ് ബാബു ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് സുഹൃത്തിന് നൽകി. സുഹൃത്ത് ഉത്തരങ്ങൾ പറഞ്ഞു നൽകിയത് ബ്ലൂടൂത്ത് വഴി കേട്ട് എഴുതുന്നതിനിടെയാണ് പിടിയിലായത്. അനീഷിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു.